നമസ്കാരം. മാറുന്ന ലോകത്തിലേക്ക് സ്വാഗതം. മാറുന്ന ലോകം ഈ ആഴ്ച കൂടി നെൽസൺ മണ്ടേലയുടെ ഓർമ്മകളിലേക്ക് കടക്കുകയാണ്. മരിക്കാത്ത ഓർമ്മകൾ ബാക്കി നിർത്തി മണ്ടേല ചരിത്രമാകുന്നു. ദക്ഷിണാഫ്രിക്കയും ലോകവും നിറമിഴികളോടെ ആഫ്രിക്കയുടെ വിമോചന നായകന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജോനാസ്ബർഗിൽ ഒരു രാഷ്ട്ര നേതാവിന് ലോകം നൽകിയ ഏറ്റവും വലിയ ആദരാഞ്ജലി ചടങ്ങുകൾ നടന്നു. കുനുവിലെ സ്വന്തം മണ്ണിൽ മണ്ടേല ഇനി ഓർമ്മ. വർണ്ണസങ്കലനത്തിൻ്റെ മഴവില്ലുകൾ തീർത്ത ചക്രവാളവും കാർമേഘങ്ങൾ ഭൂമിയെ നനയിപ്പിച്ച മഴക്കാല ദിനങ്ങളും ഘനീഭവിപ്പിച്ച അന്തരീക്ഷത്തിൽ ഒരു രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ പ്രിയ മണ്ടേലയ്ക്ക് വിട പറയുകയാണ്. കറുത്തവന് വിമോചനമൊരുക്കിയവന്റെ അന്ത്യനിമിഷങ്ങളിൽ അടിമത്തത്തിന്റെ രൂക്ഷതയിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പുത്തൻ ഗാഥ രചിച്ച ദക്ഷിണാഫ്രിക്കൻ ജനത മാഡിബയ്ക്ക് ആദരാഞ്ജലികളുമായി ജോനാസ്ബർഗിലേക്ക് ഒഴുകി. സോക്കർ സ്റ്റേഡിയത്തിലേക്ക് മണ്ടേലയുടെ അപദാനങ്ങൾ വാഴ്ത്തി അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുകൂടി. ലോകം മണ്ടേലയ്ക്ക് നൽകിയ ആദരാഞ്ജലി ചടങ്ങായിരുന്നു ജോനാസ്ബർഗിലെ സോക്കർ സ്റ്റേഡിയത്തിൽ നടന്നത്. ബഹുസേലകൾ മുഴക്കി വർണ്ണവെറിക്കെതിരായ സമരകാലത്തെ പോരാട്ട ഗീതങ്ങളും മുദ്രാവാക്യങ്ങളും മണ്ടേലയ്ക്ക് സമർപ്പിച്ച് ദക്ഷിണാഫ്രിക്കക്കാർ വിടവാങ്ങൽ ചടങ്ങ് വികാരനിർഭരമാക്കി. 100,000-ഓളം പേർ സോക്കർ സ്റ്റേഡിയത്തിൽ മാഡിബയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തി. കോരിച്ചൊരിഞ്ഞ മഴ പോലും മാഡിബയ്ക്കായി അവർ അവഗണിച്ചു. ഒരു രാഷ്ട്ര നേതാവിന് ലോകം നൽകിയ ഏറ്റവും വലിയ അനുശോചന ചടങ്ങാണ് ജോനാസ്ബർഗിൽ നടന്നത്. നെൽസൺ മണ്ടേല എന്ന മനുഷ്യൻ ലോകത്ത് എത്രമാത്രം ആദരം ഏറ്റുവാങ്ങിയെന്ന് തെളിയിക്കുന്നതായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. 90 രാഷ്ട്രത്തലവന്മാർ ദക്ഷിണാഫ്രിക്കയിൽ ഇതിനായി എത്തി. ബാൻ കി മൂൺ, റോൾ കാസ്ട്രോ, ബരാക് ഒബാമ, പ്രണബ് മുഖർജി, ജെയിംസ് കാമറൂൺ, ദിൽമ റൂസെ തുടങ്ങി അവരുടെ നിര നീളുന്നു. മണ്ടേലയുടെ ഭാര്യ ഗ്രേക്ക മഷേലും എന്നും പോരാട്ട ചരിത്രങ്ങളിൽ മണ്ടേലയ്ക്കൊപ്പം തിളങ്ങി നിന്ന മുൻ ഭാര്യ വിന്നി മണ്ടേലയും നേതാക്കളുടെ അനുശോചനങ്ങൾ സ്വയം സ്വീകരിച്ചു. വിന്നിയും മഷേലും പ്രിയ സഖാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖം പരസ്പരം പങ്കുവച്ചു. നെൽസൺ മണ്ടേലയുടെ കുടുംബാംഗങ്ങളെല്ലാം പങ്കെടുത്ത ചടങ്ങ് എല്ലാ മതവിഭാഗങ്ങളുടെയും പ്രാർത്ഥനകളോടെയാണ് ആരംഭിച്ചത്. God of the spirits of all flesh, in whose hands are the souls of the living and the dead, receive, we beseech you, in your great loving kindness, the soul of Nelson Rolihlahla Mandela, who has been gathered unto his people. We extend our condolence to the Mandela family
and to the nation during this time of sadness of the passing away of Madiba. Masithandaze Arirapeleng Ladonsbert. We wail, yet we believe that you will console us, that you will give us the strength to hold in our hearts and minds. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ബലേക്ക എംപിത്തെ ടാറ്റ മാഡിബെ എന്ന മണ്ടേലയ്ക്ക് നന്ദി സൂചകമായ ഗാനം പതിനായിരങ്ങൾക്കൊപ്പം പിന്നീട് ഏറ്റുപാടി. ANC വൈസ് പ്രസിഡന്റ് സിറിൽ റാമാഫോസ അനുശോചന ചടങ്ങ് ആരംഭിച്ചു. മഹാനായ ഒരു നേതാവിൻ്റെ മഹത്തായ ഒരു നീണ്ട യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നുവെന്ന് മണ്ടേലയുടെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം ഓർമ്മിപ്പിച്ചുകൊണ്ട് റാമാഫോസ പറഞ്ഞു. To forgive our past transgression. In many ways, we are here today to tell Madiba that his long walk is over, that he can finally rest, that he can enjoy the view of our beautiful country of South Africa, a view he discovered when he began walking the hills of his birthplace in Mvezo. മണ്ടേലയുടെ കൊച്ചുമകൻ ജനറൽ താണ്ടുഫോലോ മണ്ടേല കുടുംബത്തെ പ്രതിനിധീകരിച്ച് ചടങ്ങിൽ സംസാരിച്ചു. ലോകത്തിന്റെ ദുഃഖത്തിന് മുന്നിൽ കുടുംബത്തിന്റെ ദുഃഖം ചെറുതാകുന്നുവെന്ന് മണ്ടേലയുടെ കൊച്ചുമകൻ പറഞ്ഞു. Indeed, Madiba was a great man, but was humble in all things. He saw his greatness not as a means to dominate or express a sense of superiority over the others, but as a means to make all men and women equal, so that their lives could be lived to their fullest. സമത്വത്തിനും നീതിക്കും ജനാധിപത്യത്തിനും വേണ്ടി എല്ലാം ത്യജിച്ച മഹാനായ നേതാവിനെ ലോകത്തിന് നഷ്ടമായെന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ നെൽസൺ മണ്ടേലയെ ഓർമ്മിച്ചു. Nelson Mandela was more than one of the greatest leaders of our time. He was one of our greatest teachers. He taught by example. He sacrificed so much and was willing to give up everything he had for freedom and equality, for democracy and justice. വർണ്ണവെറിയുടെയും അടിമത്തത്തിന്റെയും നൂറ്റാണ്ടുകൾ അമേരിക്കയുടെയും ചരിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ബരാക് ഒബാമ സൂചിപ്പിച്ചു. മണ്ടേലയെ പോലെ മഹത് വ്യക്തികൾ ജീവിതം ഒഴിഞ്ഞുവെച്ചാണ് കറുത്തവന് ഒരു പുതിയ പ്രഭാതം നൽകിയത്. ആ പോരാട്ടങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയവരായി താനും ഭാര്യ മിഷേലുമെല്ലാമെന്ന് അമേരിക്കൻ കറുത്തവരുടെയും പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മണ്ടേലയെ അനുസ്മരിച്ചു ബരാക് ഒബാമ. I learned of Nelson Mandela and the struggles taking place in this beautiful land, and it stirred something in me. It woke me up to my responsibilities, to others and to myself, and it set me on an improbable journey that finds me here today. And while I will always fall short of Madiba's example, he makes me want to be a better man. അത്ഭുതവും ആകാംക്ഷയും വർദ്ധിപ്പിച്ചുകൊണ്ട് ചിരകാല ശത്രുവായ ക്യൂബയുടെ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയ്ക്ക് ഹസ്തദാനം നൽകാനും മണ്ടേലയുടെ അനുശോചന ചടങ്ങിൽ ഒബാമ തയ്യാറായി. ക്യൂബൻ പ്രസിഡന്റിന് കൈകൊടുക്കുന്നത് പോലും ശരിയല്ലെന്ന അമേരിക്കൻ വിദേശ നയത്തിന്റെ ഇക്കാലം വരെയുള്ള നിലപാട് ഒബാമ എന്തിന് തെറ്റിച്ചുവെന്ന് ലോകം ചർച്ച ചെയ്യുന്നു. സാമ്രാജ്യത്വത്തിനും കോളനിവൽക്കരണത്തിനും അടിമത്തത്തിനും വരെ ഒരു ജനതയെ വിജയകരമായി നയിച്ച മണ്ടേല ഐക്യത്തിന്റെ മഹത്തായ സന്ദേശം നൽകി ലാറ്റിൻ അമേരിക്കയ്ക്കും മാതൃകയായെന്ന് ക്യൂബൻ പ്രസിഡന്റ് റൗൾ കാസ്ട്രോ പറഞ്ഞു. Para abrir el camino hacia una nueva Sudáfrica no racial y unida en la búsqueda de la felicidad, la igualdad y el bienestar de todos sus hijos. അച്ചടക്കം, അതാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ
മണ്ടേല അടക്കമുള്ളവരെ സഹായിച്ചതെന്ന് മണ്ടേലയുടെ ചിരകാല സുഹൃത്തും കേപ്പ് ടൗൺ ആംഗ്ലിക്കൽ മുൻ ആർച്ച് ബിഷപ്പും ദക്ഷിണാഫ്രിക്കൻ പോരാട്ട നായകരിൽ ഒരാളുമായ ഡെസ്മണ്ട് ടുട്ടു പറഞ്ഞു. Because we were disciplined. So I am not going to give you a blessing until all of you stand. Pagamani. ലോകം എന്നും മണ്ടേലയെ ഓർമ്മിക്കുമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ജോഹന്നാസ്ബർഗിലെ വിടവാങ്ങൽ ചടങ്ങ് അവസാനിച്ചത്.